everyone. ഇന്ന് എനിക്ക് ഫസ്റ്റ് തന്നെ നിങ്ങളോട് പറയാനുള്ളത് എൻ്റെ ചാനലിൻ്റെ പേര് മാറ്റിയിട്ടുണ്ട് കേട്ടോ. ആദ്യം ന്യൂ ടേസ്റ്റ് റെസിപ്പീസ് എന്നായിരുന്നു, ഇപ്പോൾ ഹഫി റെസിപ്പി ടൈംസ് എന്നാക്കിയിട്ടുണ്ട്. അപ്പോൾ ഞാനിന്ന് ചെയ്യാൻ പോകുന്നത് ഒരു സ്വിസ് റോളാണ്. അപ്പോൾ നമുക്ക് ആ സ്വിസ് റോള് ചെയ്യുന്നത് എങ്ങനെയെന്ന് നോക്കാം. അത് നമുക്ക് ഇതിലേക്ക് വേണ്ടി ഒരു എഗ്ഗാണ്. അപ്പോൾ നമുക്കിത് ബീറ്റ് ചെയ്തെടുക്കാം. ഞാൻ ഈ സ്വിസ് റോളിൻ്റെ ഇത് ഞാൻ ഫ്രൈ പാനിൽ വെച്ചിട്ടാണ് കേട്ടോ ഉണ്ടാക്കുന്നത്. ആദ്യം ലോ സ്പീഡിലിട്ടിട്ട് പിന്നെ ഹൈ സ്പീഡിലാക്കിയിട്ട് ബീറ്റ് ചെയ്തെടുക്കാം. ഒന്നര ടേബിൾ സ്പൂൺ പൗഡേർഡ് ഷുഗർ ആഡ് ചെയ്യാം. 1.5 ടേബിൾ സ്പൂൺ. അപ്പോൾ ഇനി നമുക്കിത് ബീറ്റ് ചെയ്യാം. നമുക്കിനി 1 ടേബിൾ സ്പൂൺ സൺഫ്ലവർ ഓയിൽ ആഡ് ചെയ്യാം. നമുക്കിതിലേക്ക് കുറേശ്ശെ ആയിട്ട് മൈദപ്പൊടി ആഡ് ചെയ്യാം. ഇത് ഞാൻ 2 ടേബിൾ സ്പൂണ് മൈദപ്പൊടിയാണ് എടുത്തത്. ഇത് നന്നായിട്ട് അരിച്ചെടുത്തതാണ്. 2 ടേബിൾ സ്പൂണിൽ കൂടുതൽ ആഡ് ചെയ്യരുത്. നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. ഇനി ബാക്കിയും കൂടി ആഡ് ചെയ്യാം. ഇനി ഇതിലേക്ക് 1/2 ടീസ്പൂണ് വാനില എസൻസ് ആഡ് ചെയ്ത് കൊടുക്കുക. മിക്സ് ചെയ്യും. ഓയിൽ പരന്നു കൊടുക്കുക. എന്നിട്ട് ഫ്രൈ പാനിൻ്റെ എല്ലാ ഭാഗത്തുനിന്ന് ഓയിൽ തടവി കൊടുക്കുക. ഇത് അടിയിൽ പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. നമ്മൾ ഫ്ലെയിം ഓൺ ചെയ്തിട്ടുണ്ട്. ഇനി നമ്മൾ ഈ മിക്സ് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുക. ഒന്ന് പരത്തി കൊടുക്കുക. നമ്മൾ എഗ്ഗൊക്കെ പൊരിക്കുമ്പോൾ ഓംലേറ്റ് ഒക്കെ ചെയ്യുമ്പോൾ നമ്മൾ പരത്തി കൊടുക്കില്ല, അതുപോലെ പരത്തി കൊടുക്കുക. നമ്മൾ ഒരിക്കലും സ്പാച്ചിൽ വെച്ചിട്ട് പരത്തി കൊടുക്കരുത് കേട്ടോ. അപ്പോൾ നമ്മൾ കേക്ക് മുഴുവൻ കേടുന്നു. നമുക്കിത് ഒരു 5 മിനിറ്റ് കഴിഞ്ഞിട്ട് തുറന്ന് നോക്കാം. ലോ ഫ്ലെയിമിൽ ഇടണം, അല്ലെങ്കിൽ അടി കഴിഞ്ഞു. നമ്മളുടെ ഇത് 5 മിനിറ്റിന് ശേഷം നമ്മൾ എടുക്കുകയാണ്. അപ്പോൾ ഇത് ഏകദേശം റെഡി ആയിട്ടുണ്ട്. നമുക്കിത് മറ്റൊരു ഇതിലേക്ക് മാറ്റാം. നമ്മൾ അതിന് എടുത്ത് മാറ്റിയത് നമുക്ക് നല്ല സോഫ്റ്റായിട്ട് കിട്ടിയിട്ടുണ്ട്. ഇത് നമുക്ക് ഇനി റോൾ ചെയ്തെടുക്കണം. ഇതിൻ്റെ ചൂട് വിടുന്നതിന് മുമ്പ് നമുക്ക് റോൾ ചെയ്തെടുക്കണം. ഇതുപോലെ റോൾ ചെയ്തെടുക്കുക. ഞാൻ ബട്ടർ പേപ്പറിൽ നമ്മൾ ഫ്രൈ പാനിന് എടുത്തിട്ട് നമ്മൾ ഇതുപോലെ ഒരു ഇതിലാക്കിയിട്ടുണ്ടത്. ഞാനൊരു ബട്ടർ പേപ്പറിൽ ഫോൾഡ് ചെയ്തിട്ട് ഇതൊരു 15 മിനിറ്റ് ഫ്രിഡ്ജിൽ വെച്ചിട്ട് എടുത്തതാണ്. ഇനി നമുക്കിതിൽ ചോക്ലേറ്റ് ഗനാഷ് സ്പ്രെഡ് ചെയ്യാം. നന്നായിട്ട് സോഫ്റ്റാണ്, നല്ല സോഫ്റ്റാണ്, ശ്രദ്ധിച്ച് ചെയ്യണം. നമ്മൾ ഇനി ഇതിൽ നിന്ന് എടുത്തിട്ട് നമ്മളിതിലേക്ക് ചോക്ലേറ്റ് ഗനാഷ് ആഡ് ചെയ്യാം. ഇത് നമ്മൾ ഫോൾഡ് ചെയ്തുകൊണ്ട് ചെറുതായിട്ട് ഇങ്ങനെ വരുന്നുണ്ട്. നമുക്ക് പെട്ടെന്ന് തന്നെ ഇത് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. എല്ലാ പോർഷനിലും നന്നായിട്ട് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. ചോക്ലേറ്റ് ഗനാഷ്, നമുക്ക് ഈ ചോക്ലേറ്റ് ഗനാഷിൻ്റെ പകരം ജാം, വിപ്പിംഗ് ക്രീമിൽ കളർ ആഡ് ചെയ്തിട്ട് ന്യൂട്ടല്ല, അങ്ങനെ പലതും നമുക്ക് ചെയ്യാം കേട്ടോ. എല്ലാ പോർഷനിലും നന്നായിട്ട് നമ്മൾ സ്പ്രെഡ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് ഒന്ന് റോൾ ചെയ്തെടുക്കാം.
നമ്മൾ ഇതിൻ്റെ മുകളിൽ കുറച്ച് വിപ്പിംഗ് ക്രീം സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഞാനൊന്ന് സ്പ്രെഡ് ആക്കുന്നുണ്ട്. എല്ലാ പോർഷനിലും ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. നമ്മൾ ചോക്ലേറ്റ് ഗനാഷ് ഇതുപോലുള്ള ഐസിങ് ബാഗിലാക്കിയിട്ടുണ്ട്. ഇനി നമ്മളൊന്ന് ഡെക്കറേറ്റ്. നമുക്കിനി ഇത് ഫ്രിഡ്ജിൽ സെറ്റ് ചെയ്യാൻ വെക്കാം. നമ്മൾ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക.